നമസ്കാരം. പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹൻ രാജിവെച്ചു. ഏറ്റവും ഒടുവിൽ ആ രാജി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് സംഭവിച്ചത്. മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി രാജി സമർപ്പിക്കുകയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും രാജിക്കത്തിന്റെ കോപ്പി നൽകി. തന്റെ കാലാവധി തീർന്നതിനാണ് രാജിയെന്നാണ് ശങ്കർ മോഹന്റെ വിശദീകരണമെങ്കിൽ പോലും സമരത്തിന്റെ വിജയമെന്നാണ് അവിടെ സമരം നടത്തി വന്നിരുന്ന വിദ്യാർത്ഥികൾ ആ തരത്തിൽ അവകാശപ്പെടുന്നത്. പക്ഷേ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനകളും വിദ്യാർത്ഥികൾ നൽകുന്നതുമില്ല. കാരണം തങ്ങൾക്ക് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങളുണ്ടെന്നും ജാതി അധിക്ഷേപത്തിലടക്കം കൂടുതൽ നടപടികൾ വേണമെന്നുള്ള ആവശ്യവും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണനെതിരെ സിനിമാ മേഖലയിലെ ഒരു വലിയ വിഭാഗം അഭിപ്രായം പറയുന്നതും നമ്മൾ കണ്ട സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും യുവതലമുറയിൽപ്പെട്ട സിനിമാ സംവിധായകരടക്കം അടൂരിനെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലമൊക്കെ കണ്ടു. പക്ഷേ ഇപ്പോൾ ഈ രാജിയോടുകൂടി കാര്യങ്ങൾ അവസാനിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും രാജി അത് അനിവാര്യമാണ് തരത്തിലായിരുന്നു കാര്യങ്ങൾ. അത്രത്തോളം വലിയ പ്രതിഷേധങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വരെ കോളേജിൽ അവധി പ്രഖ്യാപിച്ച സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ്. പൊതുവേദിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുവേദിയിലൂടെ പ്രേക്ഷകർക്ക് ഈ ചോദ്യത്തിന് മറുപടി നൽകാം. രാജി സംഭവിച്ചത് പ്രതിഷേധത്തിന്റെ വിജയമോ എന്നുള്ളതാണ് ചോദ്യം. തിരുവനന്തപുരത്ത് നിന്ന് അപ്പുക്കുട്ടൻ എന്ന പ്രേക്ഷകരുണ്ട്. അപ്പുക്കുട്ടൻ, ഈ രാജി ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു. താങ്കൾ എന്താണ് കരുതുന്നത്? ഇത് അനിവാര്യമായ രാജിയായിരുന്നോ? അത് അനിവാര്യമായിട്ടുള്ള രാജിയാണ്. അത് രാജിവെക്കേണ്ട ആവശ്യമുള്ള കാര്യം തന്നെയാണ്. കാരണം പ്രശ്നങ്ങൾ അവരവിടെ വെച്ച് തന്നെ തീർക്കാനുള്ള പ്രശ്നങ്ങൾ ഇത്രയും വലുതാക്കിയത് അതിന്റെ ഈ ആളുകളുടെയൊക്കെ ഉത്തരവാദിത്വം ഇല്ലായ്മയുണ്ടാണ്. പക്ഷേ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടൂർ ഗോപാലകൃഷ്ണനെതിരായിട്ട് ഇവര് പറയുന്ന ഈ ആക്ഷേപങ്ങളൊന്നും ആർക്കും വിശ്വാസയോഗ്യമായ കാര്യങ്ങളൊന്നും അല്ല. അടൂരിന് അങ്ങനത്തെ സ്വഭാവമില്ല. അടൂരിനൊരു ഇടതുപക്ഷത്തിന്റെ ഒരു മനസ്സാണുള്ളത്, ഒരു കേരളത്തിന്റെ പൊതു മനസ്സാണുള്ളത്. ഒരിക്കൽ പോലും അടൂർ ഗോപാലകൃഷ്ണൻ ഒരു ജാതീയമായി ചിന്തിക്കുന്നു ആരും തന്നെ വിശ്വസിക്കുന്നില്ല. അത് അവരുടെ ഒരു വിജയത്തിന് വേണ്ടി അവർ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ രാജി ഇപ്പൊ വെച്ചിരിക്കുന്ന രാജി, ഡയറക്ടർ വെച്ചിരിക്കുന്ന രാജി അത് അനിവാര്യമായ രാജി തന്നെയാണ്. കാരണം വിഷയങ്ങൾ ഒരുപാട് സമയമുണ്ടായിരുന്നു. ഈ സമയങ്ങളിലൂടെ ഈ പ്രശ്നം ശരിയായ രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ അവർ പരിഹരിക്കപ്പെടാതെ അത് വിഷ്വൽ പ്രിന്റൽ മീഡിയാസിലൊക്കെ വന്ന് അത് ഇത്രത്തോളവും ഒരു വികറസാക്കി മാറ്റിയത് അവരുടെ ആ ഒരു കഴിവ് കുറവാണ്. അതുകൊണ്ട് രാജിവെച്ച് വരെ പോവുക. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് എന്ന പ്രേക്ഷകരും ചേർന്നു. മുഹമ്മദ്, താങ്കളുടെ അഭിപ്രായത്തിൽ ഇത് ഈ സമരത്തിന്റെ പ്രതിഷേധത്തിന്റെ വിജയമാണോ ഈ രാജി? സമരം നമസ്കാരം മാഡം, പറഞ്ഞോളൂ മുഹമ്മദ്. സമരം ആവശ്യമാണ്. പക്ഷേ സമരം എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയി കഴിഞ്ഞ് തീർപ്പാക്കി കഴിഞ്ഞിട്ടോ ഒക്കെയാണ് രാജി വെച്ച് അയാൾ പോവുക എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനും ഒരു പരിഹാരമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി മുഹമ്മദ്, ഒപ്പം ഈ സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ കണ്ടതാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഈ കുട്ടികളടക്കം ജാതി അധിക്ഷേപം ഉന്നയിച്ചിട്ടും അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ചുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയും CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അടക്കം എടുത്തത്. ടിവിയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കോ? ടിവിയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കോ? ഇല്ല, മുഹമ്മദ് മറ്റു ചില തിരക്കുകളിലാണെന്ന് തോന്നുന്നു. ഏതായാലും ഈ രാജി അത് അനിവാര്യമായിരുന്നോ? ഒപ്പം പ്രതിഷേധത്തിന്റെ വിജയമാണ് രാജി എന്നുള്ളതാണ് പ്രേക്ഷകർക്കായി ചോദിക്കുന്ന ചോദ്യം. ഈ രാജിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇത് ഇത്തരത്തിൽ സംഭവിക്കേണ്ടിയിരുന്നു, സമരത്തിന്റെ വിജയമാണ് എന്ന് വിദ്യാർത്ഥികളും ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളെ അനുകൂലിക്കുന്നവരും പറയുന്നു. പക്ഷേ ശങ്കർ മോഹന്റെ വിശദീകരണം അങ്ങനെയല്ല. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ രാജി ഉണ്ടായത് തന്റെ കാലാവധി അവസാന ശേഷമാണ് എന്നുള്ള രീതിയിലാണ്. പയ്യന്നൂരിൽ നിന്ന് ജനാർദ്ദനൻ, താങ്കൾക്ക് പറയാം. അതായത് ഇത്രയും ദിവസം ഈ സമരം നീട്ടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. വിദ്യാർത്ഥികളുടെ സമരത്തെ ഇത്രമാത്രം വലിച്ചഴിച്ച് ഇത്രയും KR നാരായണന്റെ പേരിലുള്ള ഒരു സ്ഥാപനത്തെ ഇത്രയും ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു സംഭവം വലിച്ചഴക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അത് വളരെ മാന്യമായിട്ട് ഈ സമരം നേരത്തെ തന്നെ ഒത്തുതീർപ്പാക്കാമായിരുന്നു. അടൂർ കൂടി രാജിവെച്ചാൽ അതിന് അർത്ഥമുള്ളൂ. അടൂർ ഗോപാലകൃഷ്ണൻ കൂടി രാജിവെക്കണം എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായും, എങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കേണ്ടതുള്ളൂ. കാരണം അതാണ് അതിന്റെ ശരിയായ നടപടി.
ശരി ശരി, നന്ദി ജനാർദ്ദനൻ. ഇടുക്കിയിൽ നിന്ന് അനി എന്ന പ്രേക്ഷകനുണ്ട്. അനി, ഈ സമരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടായിരുന്നു. ഒപ്പം മാധ്യമ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഈ ജാതി വിവേചനത്തെ അനുകൂലിച്ചിരുന്നില്ല ഒരിക്കലും സർക്കാരെങ്കിലും ഈ അടൂർ ഗോപാലകൃഷ്ണനൊക്കെ അനുകൂലമായ നിലപാടുകൾ പലപ്പോഴും CPM നേതാക്കൾ അടക്കം എടുക്കുന്ന താങ്കൾ കണ്ടു. ഏറ്റവും ഒടുവിൽ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്ത് തോന്നുന്നു? രാജി അനിവാര്യമായിരുന്നോ? രാജി അനിവാര്യമായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം ഉണ്ടാകണം. അപ്പൊ രാജി പറ്റുന്നവർക്കൊന്നും മാറണമെന്നില്ല. സമൂഹത്തില് ഒരു മാറ്റം വരണ്ടല്ലോ, കാലോചിതമായ മാറ്റം വരണം. ആ മാറ്റം നമ്മൾ രാജി വെച്ചില്ലയോ എന്നുള്ളതല്ല, ആ മാറ്റം നമുക്ക് വരുത്തണം. അപ്പൊ രാജി കൂടെ ആ മാറ്റം വരാൻ പറ്റുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഈ ജാതി വിവേചനമൊക്കെ ഇത്തരം പ്രസ്താവനകളായാലും പ്രവർത്തികളായാലും ഒക്കെ വെച്ചു പൊറിപ്പിക്കാവുന്ന ഒന്നല്ലല്ലോ ഒരു സ്ഥാപനത്തിലും. ജാതി വിവേചനം നമ്മുടെ മനസ്സിൽ തന്നെയാണ്. നമ്മൾ തെറ്റായ ജാതി ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും മനസ്സിലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളത് അധിനിവേശം നടത്തിയ ആളുകൾ പണ്ട് ഇവിടെ നമ്മുടെ മതങ്ങൾ വന്നപ്പോൾ അവര് തെറ്റായ രീതിയിൽ മതം തന്നെ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള മതങ്ങൾ നിൽക്കുമ്പോൾ വിവേചനം ഉണ്ടെങ്കിൽ അവർക്ക് അധികാരം നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇതിൽ വിവേചനം എന്നും വരുന്നുണ്ട്. നന്ദി. രഘുനന്ദൻ എന്ന പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന്. രഘുനന്ദൻ, താങ്കൾക്ക് ഈ വാർത്ത ശ്രദ്ധിച്ചു കാണും. രാജി എന്ന അനിവാര്യതയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഡയറക്ടറുടെ രാജി സംഭവിച്ചിരിക്കുന്നു. എന്താണ് അഭിപ്രായം? അതായത് ജാതി വിവേചനം, സംവരണം തത്വം ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ വാർത്ത ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. കാര്യം ഇത് മാധ്യമങ്ങളിൽ കൂടെ അറിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അതേതായിരുന്നാലും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതൊരു മഹത് വ്യക്തി തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്ത് പറ്റി, ആരുടെ ഭാഗത്താണ് തെറ്റ്, എന്തിന് പിന്തുണച്ചു, അതിന്റെ പുറകിലുള്ള വികാരം എന്താണ്, അതൊക്കെയാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ ഇതിൽ അദ്ദേഹം പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നു ഈ രാജിവെച്ച സ്ഥിതിക്ക്. അവിടുത്തെ ആ കോളേജിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി രഘുനന്ദൻ. വടക്കൻ പറവൂരിൽ നിന്നും കലാധരൻ എന്ന പ്രേക്ഷകരുണ്ട്. കലാധരൻ, താങ്കളുടെ നിലപാട്? കലാധരനെ കേൾക്കാമോ? കലാധരന്റെ ടെലിഫോൺ ലൈനിൽ എന്തോ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. കലാധരനെ കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. രാജിവാർത്തയൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? ഞാനത് ഇപ്പം TV വെച്ചോളൂ. ഒരു മരണ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴാ TV വെച്ചോളൂ. ഈ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? അത് ജാതി വിവേചനം ഉണ്ടായിരുന്നു, അധിക്ഷേപം ഉണ്ടായിരുന്നു, മാനസികമായും ഒക്കെയുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഡയറക്ടർ രാജിവെക്കണം എന്ന് പറഞ്ഞ സമരമായിരുന്നു. 1 മാസമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഇതൊക്കെ അറിയാമല്ലോ അല്ലേ? എന്താണ് ഈ രാജി കേട്ടപ്പോൾ എന്താ തോന്നിയത്? ഇതൊക്കെ സത്യം പറഞ്ഞാൽ 68 വയസ്സായ അങ്ങേര് ഇപ്പൊ രാജിവെക്കാൻ പറഞ്ഞ പ്രായാധിക്യമാണ് അതൊക്കെ. അല്ല, അടൂരല്ല രാജിവെച്ച കേട്ടോ. അടൂരല്ല, ഈ ശങ്കർ എന്ന് പറഞ്ഞ ശങ്കർ മോഹൻ. അതെ, ശങ്കർ മോഹൻ. പുള്ളിക്ക് 68 വയസ്സായില്ലേ? അപ്പൊ പിന്നെ പ്രായാധിക്യത്തിലാണ് രാജിവെക്കുന്നത്. അപ്പൊ 65 വയസ്സിലേ അവർക്ക് സമയമുള്ളൂ. അന്ന് ചെയ്യാത്ത ഇപ്പൊ ചെയ്തേക്ക് എന്താണ്? അപ്പൊ ഇപ്പൊ നമ്മുടെ കണ്ണിൽ പൊടിയിലാണ്. ഇവരൊക്കെ വിചാരിക്കുന്നത് മലയാളി എന്ന് പറഞ്ഞ ഒരു മണ്ടന്മാരാണ്. ആക്ച്വലി എന്റെ ഭാഷയിൽ പറഞ്ഞാൽ മലയാളി ശുദ്ധമണ്ടനാണ്. അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ നിസ്സാരമായിട്ട് പറ്റിക്കാം. രാഷ്ട്രീയം ഇന്ന് പാർട്ടി അതിനപ്പുറം. ഇവരെല്ലാവരും കണക്കാണ് സാർ. ഇവരൊന്നും രാജ്യത്തിന് കൊണ്ട് ജനങ്ങൾക്ക് കൊണ്ട് സേവ ചെയ്യുന്നവരോ നോക്കുന്നവരോ അല്ല. ആ കാലങ്ങൾ കഴിഞ്ഞുപോയി. ഇനിയിപ്പോ പണം സമ്പാദിക്കുക, ആ ഒരു മാർഗമുള്ളൂ. നമ്മളതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്നലെ തന്നെ സംഭവം ഉണ്ടല്ലേ, പോലീസിനെ ഡിസ്ട്രിബ്യൂട്ട് ഇത് നാടകമല്ലേ വരുന്നു. അതുപോട്ടെ, നമ്മൾ ആ വിഷയത്തിലേക്ക് പോലും കടക്കണ്ട. ഒന്നും ശരിയാവില്ല സാർ. ഇവിടെ ഒന്നും ശരിയാവുന്ന കഴിഞ്ഞു. നന്ദി കലാധരൻ. കുമരകത്ത് നിന്ന് ബാബു എന്ന പ്രേക്ഷകനുണ്ട്. ബാബു, കേൾക്കാമല്ലോ അല്ലേ? പറഞ്ഞോളൂ. സാറേ, ഈ സമരം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിച്ച ഒരു വലിയൊരു പ്രക്ഷോഭമായി മാറേണ്ടതാണ്. ഇവരുടെ അടൂർ ഗോപാലകൃഷ്ണൻ ഈ നിൽക്കുന്ന ഈ ശങ്കർ മോഹനെ പിന്തുണച്ചുകൊണ്ടാണ് അവിടെ ജാതീയപരമായ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടുത്തെ ജോലിക്ക് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, അവിടുത്തെ സ്റ്റാഫിനും ഇതേ രീതിയിലുള്ള അവഗണന നേരിടുന്നുണ്ട്. ഈ സർക്കാരും പറഞ്ഞോളൂ കേൾക്കാം. സർക്കാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ഈ ആദ്യമേ ഒരു കമ്മീഷൻ വെച്ച് ആ കമ്മീഷൻ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് തീരുമാനമെടുത്ത് രണ്ടാമത്തെ കമ്മീഷൻ വന്ന് ആ കമ്മീഷൻ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുത്ത് ആ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ഈ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെക്കണം, ശങ്കർ മോഹൻ രാജിവെക്കണം. അതുപോലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെ കംപ്ലീറ്റ് പരിഹരിക്കണം. KR നാരായണന്റെ പേരിലുള്ള ഈ സ്ഥാപനത്തെ അടച്ചുപൂട്ടാൻ ഇവിടുത്തെ ദളിത് സമൂഹം ഒരിക്കലും അംഗീകരിക്കത്തില്ല.
നന്ദി ബാബു, നന്ദി. കുമരകത്ത് നിന്ന് ബാബു എന്ന പ്രേക്ഷകനാണ്. ഗൗതമുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ഗൗതം, ഈ വലിയ വിവാദമായിരുന്നു, സിനിമാ മേഖല രണ്ടായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജിയോ ബേബി അടക്കമുള്ള ഈ യുവതലമുറയിലെ സംവിധായകർ അടൂരിനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. പക്ഷേ സർക്കാർ നിലപാട് അടൂർ ഗോപാലകൃഷ്ണനും ശങ്കർ മോഹനും ഒപ്പമായിരുന്നു. ഏറ്റവും ഒടുവിൽ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. താങ്കളുടെ പ്രതികരണം? നല്ലൊരു തീരുമാനമായി. ഹലോ, ഗൗതം കേൾക്കാമല്ലോ, പറഞ്ഞോളൂ. കേട്ട് നല്ലൊരു തീരുമാനമായിരുന്നു. മുഖ്യമന്ത്രി ഒന്ന് സപ്പോർട്ട് പ്രസംഗം. ഈ രാജി, ഈ ശങ്കർ മോഹന്റെ രാജിയോടുകൂടി ഈ സമരം തീരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായും സമരം അവസാനിക്കും. ശരി, ഗൗതം എന്ന പ്രേക്ഷകനാണ് തൃശ്ശൂരിൽ നിന്നും പ്രതികരണം അറിയിച്ചത്. ഏതായാലും രണ്ട് തരത്തിലാണ് പ്രേക്ഷകർ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്. രാജി എന്നത് അത് വേണ്ടതായിരുന്നു, പക്ഷേ രാജി ഇവിടെ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവരും ഈ വിഷയത്തിൽ രാജിവെക്കണം, എങ്കിലേ കുട്ടികളുടെ പ്രതിഷേധത്തിന് അല്ലെങ്കിൽ അവരുടെ സമരത്തിനൊരു ഫലമുണ്ടാവുകയുള്ളൂ എന്ന് ചില പ്രേക്ഷകർ പറയുന്നു. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വിഖ്യാത സംവിധായകൻ അത്തരത്തിൽ ഒരു ജാതി വിവേചനം കാട്ടുന്ന ആളല്ല, ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രേക്ഷകരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള വിവാദങ്ങൾക്കും സമര പരമ്പരകൾക്കും ഒടുവിൽ ശങ്കർ മോഹൻ എന്ന ഡയറക്ടർ എന്ന പ്രധാനപ്പെട്ട ആൾ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രതിഷേധത്തിൻ്റെ വിജയമോ എന്നുള്ളതാണ് പ്രേക്ഷകരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. പ്രേക്ഷകർക്കും വിളിക്കാം 047135421000 എന്ന നമ്പറിലേക്ക്. ഷാജി കുട്ടപ്പൻ അടൂരിൽ നിന്ന്. ഷാജി, പറയാം. ഹലോ സാറേ, ഈ അടൂർ ഗോപാലകൃഷ്ണൻ കൂടി രാജിവെച്ചെങ്കിൽ മാത്രമേ ഈ സമരത്തിനൊരു വിജയമാവുകയുള്ളൂ. ഈ ശങ്കർ മോഹൻ അവിടുത്തെ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ജാതി വിവേചനത്തിനെതിരെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തോറ്റുകൊണ്ടാണ് ഇവരിപ്പോ രാജിവെച്ചിരിക്കുന്നത്. ശങ്കർ മോഹൻ രാജിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത്തരം ജാതി വിവേചനം കാണിക്കുന്ന ഇവരെ ഒരു ശുദ്ധികലശമാണ് ആ സ്ഥാപനത്തിന് ആവശ്യം. സർക്കാർ ഇടപെടണം അല്ലേ? സർക്കാർ ഇടപെട്ട് ഇവരെയൊക്കെ പുറത്താക്കണം. സർക്കാർ ഇടപെട്ടേ വെക്കും. നവോത്ഥാനം പറയുന്ന സർക്കാരാണ്. അതെ അതെ, പക്ഷെ അടൂരിനോടും ഷാജി ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് പൊതുവെ സർക്കാരിന്. അതെ, അതുകൊണ്ട് ഇവരെ എല്ലാവരെയും പുറത്താക്കുക തന്നെ വേണം. സർക്കാർ ഇത് മുൻകൈ എടുത്തേ വെക്കും. ശരി, നന്ദി ഷാജി കുട്ടപ്പ. ബാബുരാജ് കാസർഗോഡ് വന്ന്. ബാബുരാജ് കേൾക്കാമോ? ബാബുരാജ്, പറഞ്ഞോളൂ. സാറേ, അത് എനിക്ക് പറയാനുള്ളത്, ഈ ജാതീയമായിട്ട് ആക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷേ നമ്മൾക്ക് ജാതീയമായിട്ട് ആക്ഷേപിക്കാനും പാടില്ല. പക്ഷെ ജാതി പറഞ്ഞുള്ള ആനുകൂല്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അത് ഒരു ഇരട്ടത്താപ്പല്ലേ എന്നാണ് എന്റെ ഒരു സംശയം. ഇരട്ടത്താപ്പല്ലേ? കാരണം വെച്ചാല് ജാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും വേണം. പക്ഷെ ഞാൻ ഇന്ന ജാതിക്കാരനാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഈ ആളുകൾക്ക്? അല്ല, ജാതിക്കാരനാണ് സ്വന്തമായി പറയല്ല, മറ്റൊരാൾ അങ്ങനെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നതല്ലേ പ്രശ്നം? അത് അധിക്ഷേപിക്കുന്നത് തെറ്റ് തന്നെ. പക്ഷെ അതുകൊണ്ട് ഞാൻ ഈ സമരത്തോട് ഞാൻ യോജിക്കുന്നില്ല. അടൂർ ഗോപാലകൃഷ്ണന്റെ നിലപാടിനോടാണ് എനിക്ക് യോജിപ്പ്. കാരണം വെച്ചാല് ഇതൊന്നും അത്ര വലിയ വിഷയമാക്കേണ്ട ആവശ്യമില്ല. ശരി, നന്ദി ബാബുരാജ്. കാസർഗോഡ് നിന്ന് ബാബുരാജ് എന്ന പ്രേക്ഷകനാണ്. വളരെ പെട്ടെന്ന് മറ്റ് പ്രേക്ഷകർക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്. ഇനിയും തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ശങ്കർ മോഹന്റെ രാജി അത് പ്രതിഷേധത്തിന്റെ വിജയമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തൃശ്ശൂരിൽ നിന്നും കാർത്തികേയൻ എന്ന പ്രേക്ഷകൻ. അതിനു മുൻപ് ഈ വിദ്യാർത്ഥികൾ സമരം പിൻവലിക്കില്ല, ഈ രാജിയുടെ പേരിൽ മാത്രം പിൻവലിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരുമായി ഉള്ള ചർച്ചകളിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ പരിഹാരമാകാതെ ഈ വിഷയത്തിൽ ഒരു പിന്നോട്ട് പോക്കിനില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം. കാർത്തികേയനുണ്ട് തൃശ്ശൂരിൽ നിന്നും. കാർത്തികേയൻ, കേൾക്കാമെന്ന് കരുതുന്നു, താങ്കൾക്ക് പറയാം. Okay. My opinion is Shankar Mohan's resignation is a simple thing that is nothing to do with Adur Gopalakrishnan. Adur Gopalakrishnan should resign on his own, otherwise he should be sacked. Because he is the mastermind of this whole drama. What is happening in that college. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെച്ചാൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകൂ എന്നുള്ളതാണ്. അടൂർ ഗോപാലകൃഷ്ണൻ ഇന്റലക്ച്വലാണ്, കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കുന്നു, അല്ലാണ്ട് അയാൾ ഒരു ഇന്റലക്ച്വൽ, ഒരു ആവറേജ് ഫിലിം ഡയറക്ടർ, നത്തിങ് എൽസ്. ശരി, കാർത്തികേയൻ എന്ന പ്രേക്ഷകനാണ് തൃശ്ശൂരിൽ നിന്നും ചേർന്നത്. ഏതായാലും അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണവും ഇപ്പോൾ അല്പം മുമ്പ് ലഭ്യമായിട്ടുണ്ട്. ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ താൻ മന്ത്രിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തനിക്ക് ഡയറക്ടറുടെ സ്ഥാനം മാത്രമാണ് ഈ വിഷയത്തിൽ ഉള്ളത്, താൻ അഭിപ്രായം പറയുന്നില്ല. ഒപ്പം കുട്ടികളുടെ പ്രതികരണം, ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രതികരണമുണ്ട്. സർക്കാരിൽ നിന്നും ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. വേറൊരു ചോദ്യം ഞാൻ
എനിക്ക് ബാധകമല്ല എനിക്ക്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ വേറെ ആരുടെങ്കിലും സമയം നോക്കി ചെയ്യും. ഇവിടെ ഇതിനുള്ള സ്ഥലമല്ല. പ്ലീസ് റോങ് പ്ലേസ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. നമ്മളൊരു സന്ദർഭം നമ്മൾ സന്ദർഭമുണ്ട് എല്ലാത്തിനും. അത് കളഞ്ഞിട്ട് വരരുത്. ഞാൻ മന്ത്രിയൊന്നും അല്ലല്ലോ. കാണുന്നിടത്തെല്ലാം പോയി അഭിപ്രായം പറയാനാണ്. അടൂർ ഗോപാലകൃഷ്ണനാണ് പ്രതികരിച്ചത്. താൻ മന്ത്രിയല്ല, കാണുന്ന കാര്യങ്ങൾക്കൊക്കെ അഭിപ്രായം പറയാൻ താൻ മന്ത്രിയല്ല. ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ജോസഫ് എന്ന പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന്. ജോസഫ്, ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഏറ്റവും ഒടുവിൽ രാജിയിലേക്ക് എത്തുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അടൂർ ഗോപാലകൃഷ്ണൻ ശരാശരി സംവിധായകൻ എന്ന് പറഞ്ഞ ആൾക്കൊരു കാലത്തല്ലേ ലോക നിലവാരമുള്ള സംവിധായകനാണ് അദ്ദേഹം. അദ്ദേഹം ഇടതുപക്ഷ വിരുദ്ധനായിരുന്നു. മൂന്നാമത്തെ കാര്യം, കുറച്ച് ദിവസം മുമ്പ് ചർച്ചയിൽ മുസ്ലിമുകളുടെ ഹോട്ടലൊക്കെ വൃത്തികെട്ട് എന്നൊരു മഹാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ ശക്തമായി പ്രതികരിച്ച് കണ്ടില്ല, അവതാരകനടക്കം. ഒരാൾ പോലും പ്രതികരിച്ചു കണ്ടില്ല. ഞാനും മുസ്ലിം അല്ല, എങ്കിലും മുസ്ലിമുകളെ അമ്മളങ്ങ് ആക്ഷേപിച്ച ഒരാൾ സംസാരിച്ചു. അതൊക്കെ നിങ്ങൾ തടയേണ്ടതാണ്. പിന്നെ ഇവിടെ നമ്മുടെ BBC പരിപാടിന്റെ ഒരു പുസ്തിക്കാരായിട്ടുള്ള അടിന്റെ അതുപോലെ കുഴപ്പത്തിൽ കുറ്റപത്രത്തിൽ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ സ്ഥിരമായിട്ട് ഭഗവാൻ കമ്മ്യൂണിസ്റ്റ് തകർത്തു പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ബ്രസീലും അർജന്റീനയൊന്നും കാണുന്നില്ലേ? അവിടേക്ക് ഭഗവാൻ എത്തുന്നില്ലല്ലോ. ശരി, രാജൻ തൊടുപുഴയിൽ നിന്നും. രാജൻ പറയാം. രാജൻ, ടിവിയുടെ ശബ്ദം കുറയ്ക്കോ? ഹലോ. ടിവിയുടെ ശബ്ദം കുറയ്ക്കോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ശാസ്താംകോട്ടയിൽ നിന്നും അജയകുമാർ എന്ന പ്രേക്ഷകൻ. അജയകുമാർ, താങ്കൾക്ക് പറയാം. അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെക്കേണ്ട വളരെ അത്യാവശ്യം. അദ്ദേഹം നേരത്തെ പറയുന്നതായിട്ട് അദ്ദേഹത്തിന്റെ വാല് വെട്ടിക്കളഞ്ഞിട്ടാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന്. വാല് വെട്ടിക്കളഞ്ഞെങ്കിൽ ഈ ജാതി സംവിധാനം ഒരു പ്രശ്നങ്ങൾ അവിടെ വരുത്തില്ല. വാല് വെട്ടിയോണ്ട് ജാതി ഇല്ലാതാകുന്നില്ലല്ലോ. അദ്ദേഹം അവിടെ ജാതി രീതിയിലൂടെ തന്നെയാണ് ഇപ്പോഴും അവിടെ പ്രവർത്തിച്ചുകൊണ്ട്. അത് അടൂർ ഗോപാലകൃഷ്ണൻ ഇതിനകത്ത് രാജിവെക്കണം. അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി ഇതിനകത്ത് കണ്ണടച്ചിരട്ടാക്കുന്ന സമീപനം കാണിക്കുന്നത്. മുഖ്യമന്ത്രി വിചാരിച്ചിരുന്നെങ്കിൽ എന്നേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു. പക്ഷെ ഈ പ്രശ്നം തീർത്തും അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെച്ച് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായതിനു ശേഷമേ അവിടെ സമരം പിൻവലിക്കാവുന്നതാണ് എന്റെ അഭിപ്രായം. ശരി, നന്ദി അജയകുമാർ. തൊടുപുഴയിൽ നിന്ന് ജോൺ എന്ന പ്രേക്ഷകരുമുണ്ട്. ജോൺ പറയാം. അത് ഈ ഡയറക്ടർ ശങ്കർ മോഹൻ മാത്രം രാജിവെച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാവില്ല. അടൂർ ഗോപാലകൃഷ്ണൻ അതിന്റെ ചെയർമാനും കൂടി രാജിവെച്ചെങ്കിലേ ഇതിന്റെ പ്രശ്നത്തിന് പരിഹാരമാവുള്ളൂ. പിന്നെ ഈ നവോത്ഥാനം പ്രസംഗിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഈ അടൂർ ഗോപാലകൃഷ്ണനും ഈ ജാതി വിവേചനം കാട്ടിയ ശങ്കർ മോഹനും അനുകൂലമായിട്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് പിള്ളേരെ 45 വന്നത്. നന്ദി. മാമച്ചൻ എന്ന പ്രേക്ഷകൻ പള്ളിക്കത്തോട്ടിൽ നിന്ന്. മാമച്ചൻ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. നമ്മുടെ പള്ളിക്കത്തോട് അടുത്താണ് ഞാനേ. എവിടെയാ? പള്ളിക്കത്തോട് അടുത്ത് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അടുത്തായിട്ട് വരും. തൊട്ടടുത്തുള്ള ഒരു 2-3 കിലോമീറ്റർ അടുത്താണ്. ഇത് നമ്മുടെ ജാതി വിവേചനം ഇവിടെ എങ്ങും നിൽക്കുകയല്ല. ഇത് വളരെ കരുതി കുട്ടികളോട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഇത് അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെക്കേണ്ടതാണ്. ഈ വലിയ സമരമൊക്കെ ആയിരുന്നു അവിടെ അല്ലേ? നല്ല സമരമായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം കണ്ടുള്ളൂ. ശരി, നന്ദി. കുട്ടപ്പനുണ്ട് വൈക്കത്ത് നിന്ന്. കുട്ടപ്പൻ പറയാം. കുട്ടപ്പൻ, ഏതായാലും അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് താൻ ഇതിനെക്കുറിച്ച് പറയാൻ താൻ മന്ത്രിയൊന്നുമല്ല, കാണുന്നിടത്തെല്ലാം താൻ കയറി ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. പെരിന്തൽമണ്ണയിൽ സുരേന്ദ്രനുണ്ട്. സുരേന്ദ്രൻ പറയാം. സുരേന്ദ്രൻ, അതായത് ഞാൻ പറയാം. പിന്നെ സാറേ, ഈ ചലച്ചിത്ര താരങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട്, അവർ വലിയ വലിയ ദൈവത്തിന് തുല്യാന്നുള്ളത്. അവരെന്തെങ്കിലും കോപ്പറേറ്റിത്തരം കാട്ടുക, അത് പ്രേക്ഷകർ കാണുക, അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ് അവർക്ക്. അവർക്ക് വലിയ വലിയ ആൾക്കാരാന്നൊരു ധാരണ. പഴയ നടന്മാരൊക്കെ വെച്ചവർക്ക് ഒരു കഥാമൂല്യങ്ങളും ഇല്ലാതെ വെറുതെ എന്തെങ്കിലും കോപ്രായം കാണിക്കുക, തിയേറ്ററിൽ പോയി കാണിക്കുക, ചെറുപ്പക്കാരെ പൈസ വാങ്ങി വയ്ക്കുക, അവർ വലിയ ആൾക്കാരാന്നൊരു ധാരണ. അവരൊക്കെ എന്നോ ഇവരൊക്കെ രാജിവെച്ച് പോകണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, നന്ദി. ഏതായാലും അടൂർ ഗോപാലകൃഷ്ണൻ നേരത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണമില്ല, ചില രോഷത്തോടുകൂടി ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിലേക്ക് അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ വേറെ ആരുടെങ്കിലും സമയം നോക്കി ചെയ്യും. ഇവിടെ ഇതിനുള്ള സ്ഥലമല്ല.
Please. It's a wrong place to talk about it. നമ്മളൊരു സന്ദർഭം സന്ദർഭമുണ്ട് എല്ലാത്തിനും, അത് കളഞ്ഞിട്ട് വരരുത്. ഞാൻ മന്ത്രിയൊന്നും അല്ലല്ലോ, കാണുന്നിടത്തെല്ലാം പോയി അഭിപ്രായം പറയാനാണ്. പൊതുവേദി ന്യൂസ് 18 പൊതുവേദി അവസാനിപ്പിക്കാനുള്ള സമയമാണ്. എല്ലാ പ്രേക്ഷകർക്കും വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.